ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നിങ്ങളൊക്കെ ഞാൻ ഈ നട്ടപ്പാതിരാത്രി എങ്ങോട്ടാണെന്നല്ലേ? അതെ, നമ്മുടെ ചട്നി മാമിയിലേക്കാണ് കേട്ടോ. ചട്നി മാമി തുടങ്ങിയതിൻ്റെ അന്ന് തൊട്ടുള്ള ആഗ്രഹമാണ് ചട്നി മാമിയിലേക്ക് പോകണം എന്നുള്ളത്. അങ്ങനെ ആഗ്രഹം നമ്മുടെ ബക്കറ്റ് ലിസ്റ്റുള്ള ഒരാഗ്രഹം സാധിച്ചു എന്ന് വേണം പറയാനായിട്ട്. ഇത് ഏകദേശം ഒരു 1.5 മാസത്തിന് മുന്നേ 1.5-2 മാസത്തിന് മുന്നേ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ. പോയിൻ്റെ അന്ന് നല്ല മഴയായിരുന്നു. അവരുടെ ഇവിടെ കോഷൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പുറത്തെ ആംബിയൻസ് ഭയങ്കര സൂപ്പറായിരുന്നു. അകത്തും ഒട്ടും മോശമല്ല. ഇത്രയും മഴയാണെങ്കിലും തിരക്കിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ചെന്ന ഉടനെ നമ്മൾ നമ്മുടെ പേര് പറയുക. അപ്പോൾ എത്ര പേരുണ്ടെന്ന് ചോദിക്കും. നമ്മൾ 5 പേരുണ്ടായിരുന്നു. നമ്മുടെ സീറ്റ് അവർ സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളെ അവരകത്തേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഞങ്ങൾ 5 പേരും അവിടെ പോയിരുന്നു. ആബിക്കുട്ടിനൊരു മിനി ചെയറൊക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഗീ പൊടി തട്ടിട്ടിലാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനമായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം, ബാഹുബലി ദോശ. കാടിളകി വരുന്ന പോലെയാണ് സാധനം വരുന്നത്. മണിയൊക്കെ മുഴക്കിക്കൊണ്ടാണ് എത്തുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ ബാഹുബലിയുടെ മ്യൂസിക്കും ഉണ്ടായിരുന്നു. സംഭവം നമ്മുടെ ടേബിളിലെത്തുമ്പം എല്ലാവരും നമ്മളെ ഒന്ന് ശ്രദ്ധിക്കും. നമ്മളായിരിക്കും അവിടുത്തെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ദോശ കണ്ട് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ദോശ കാണുന്നത്. ആ ദോശയുടെ കൂടെ ഒരു 4 ചട്നിയും അടപ്രഥമനും ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഉഴുന്നുവട ഉണ്ടായിരുന്നു. ഭയങ്കര ക്രിസ്പി ആയിട്ടുള്ള ദോശയായിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും ടേസ്റ്റ് ചെയ്ത് സൂപ്പറായിരുന്നു. ഒരു ഫിൽറ്റർ കോഫി ഇവിടെ പറഞ്ഞു. എല്ലാം കാലിയാക്കിയിട്ട് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. പുറത്തെ വ്യൂ ഒരു രക്ഷയില്ല. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ലൈറ്റിംഗ് ആവട്ടെ, അതുപോലെ തന്നെ അവിടുത്തെ ആംബിയൻസ് ആവട്ടെ, അവർ സെറ്റ് ചെയ്തേക്കുന്നതാവട്ടെ, എല്ലാം ഒന്നിനൊന്നും മെച്ചമായിരുന്നു കേട്ടോ. ഫുഡും സൂപ്പർ, അവിടുത്തെ ആംബിയൻസും സൂപ്പറാണ് കേട്ടോ. നമ്മൾ കൊടുക്കുന്ന കാശിന് എല്ലാം ഓക്കെയാണ്. ഫുഡ് ഇഷ്ടമായാൽ അതേ നമുക്ക് നേരെ പോയി മണി അടിക്കാം കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ പോയി 2 മണിയൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ.